നേരത്തെ സതീഷ് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വർത്തമാനം എനിക്കൊന്ന് സ്ട്രൈക്ക് ചെയ്തെന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നാടകം എഴുതാൻ പറ്റുന്നില്ല. ഇത് ലോകത്തിൽ നിന്ന് നടക്കുന്ന ഇപ്പോൾ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു, സ്കൂളിലേക്ക് പുറപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾ സ്കൂളിലെത്തുന്നില്ല. ഇപ്പോൾ വോയിസ് ഓഫ് ഹിന്ദ് റജബ് ഒരു കാറിലിട്ടിട്ട് ഒരു 5 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ പക്ഷേ ഇതിനൊക്കെ ആയിട്ടുള്ളൊരു പ്രതിരോധ നാടകവും പ്രതിരോധ കവിതയൊക്കെ ഫലസ്തീനിലുണ്ടാവുന്നുണ്ട്. ചിലയിടത്ത് ഉണ്ടാവുമെന്ന് പറയുന്നതും ചിലയിടത്ത് ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നതും ഒക്കെ ഒരേ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം ഞാനത് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു സംഗതിയുണ്ട്. ഈ സ്റ്റാൻഡപ്പ് കോമഡി നിങ്ങൾ കാണാറുണ്ടോയെന്നറിയില്ല. സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറഞ്ഞ് TV റിയാലിറ്റി ഷോയിൽ വളരെ ബഫൂണറി ചവറ് പരിപാടികൾ ധാരാളം ഉണ്ടാവും. അതല്ല ഇവിടെ ഉദ്ദേശിച്ചത്. പിന്നെ ഒരുപക്ഷെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ഇലക്ഷനിൽ പ്രതീക്ഷിച്ചത്ര ഭൂരിപക്ഷം BJPക്ക് കിട്ടാത്തതിൻ്റെ പിന്നിൽ ഏറ്റവും പ്രധാനമായി പ്രവർത്തിച്ചത് സ്റ്റാൻഡപ്പ് കൊമേഡിയന്മാരാണ് എന്ന് തോന്നും. അത്രമേൽ ശക്തമായിട്ടുള്ള പൊളിറ്റിക്കൽ സറ്റയറുമായിട്ടാണ് അവർ വന്നിരുന്നത്. അക്കൂട്ടത്തിലൊരാളാണ് ഈ വരുൺ ഗ്രോവർ വളരെ പ്രശസ്തനാണ്. അദ്ദേഹം ഒരു വേദിയിൽ, അത് മുംബൈയിൽ നടന്നൊരു സാംസ്കാരിക പരിപാടിയിൽ, ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ വേദിയിൽ അമിത്ഷാ ഉണ്ടായിരുന്നു. ഔദ്യോഗിക പരിപാടി ആയതുകൊണ്ട് വേദിയിൽ അമിത്ഷാ ഉണ്ടായിരുന്നു. ഇതിൽ സംസാരിക്കുമ്പോൾ വരുൺ ഗ്രോവർ പറഞ്ഞൊരു വർത്തമാനമുണ്ട്. എനിക്ക് ഈ അടുത്തായിട്ട് കോമഡിയൊന്നും വരുന്നില്ല, പരിപാടി നടത്താൻ ശരിക്കും പറ്റുന്നില്ല. അപ്പോഴെന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ രാജ്യം തന്നെ വലിയൊരു കോമഡിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നിട്ട് ഞാനെങ്ങനെയാണ് കോമഡി പറയുക? ഒരു ലോകത്ത് ഏത് രാജ്യത്തും ഒരു കൊലപാതകം നടന്നാൽ പോലീസുകാർ കൊല നടന്ന സൈറ്റിൽ വരും, മഹസർ എഴുതും, പിന്നെ അതുപോലെ അവിടെയുള്ള ആ പരിസരത്തുള്ള തെളിവുകൾ ഫോറൻസിക് ടെസ്റ്റിന് അയക്കും. എന്നിട്ട് അതിന് ശേഷം കേസന്വേഷണം വളരെ ശാസ്ത്രീയമായിട്ട് തുടങ്ങും. ഇതാണ് രീതി. നമ്മുടെ നാട്ടിലൊരാൾ മരിച്ചാൽ പോലീസുകാർ നേരെ കൊല്ലപ്പെട്ട ആളുടെ വീട്ടിലേക്ക് വരും. എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുള്ള ഭക്ഷണം എടുത്തുകൊണ്ട് പോയിട്ട് അതാണ് ഫോറൻസിക് ടെസ്റ്റിന് അയക്കുക. അപ്പോൾ ഇത്രയും വിചിത്രമായ കോമഡികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിരുന്നിട്ട് ഞാനെന്ത് കോമഡി പറയാനാണ് എന്നൊരു വർത്തമാനം. ഇത് പറഞ്ഞല്ലോ, അമിത്ഷാ വേദിയിലിരിക്കുമ്പോഴാണ് ഈ വരുൺ ഗ്രോവർ ഈ വർത്തമാനം പറയുന്നത്. അപ്പോൾ ആ ഒരു നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറഞ്ഞിട്ട് കുറേ ബഫൂണറി അഭ്യാസങ്ങൾ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ആ ഒരു ചിരിയുടെ ഒരു സാധ്യതയെ, ചിരി എന്ന് പറയുന്നതിനെ വലിയൊരു വിപ്ലവ സാധ്യതയാക്കി മാറ്റിയിട്ടുള്ള അരിസ്റ്റോട്ടലിൻ്റെ ഫിലോസഫി തന്നെ അതിൻ്റെ പിന്നിലുണ്ട്. ഈ പോയറ്റിക്സിൽ അദ്ദേഹം പിന്നെ മൊത്തം അത് ഡ്രാമയാണ് പ്രധാന വിഷയം. അതിൽ 3 ഇനമാക്കി തിരിക്കുന്നുണ്ട്. ഈ ട്രാജഡി, കോമഡി, എപ്പിക് എന്നാണ് പറയുക. പോയറ്റിക്സ് എന്ന പുസ്തകം, നിലവിലുള്ള പുസ്തകം, അതിൻ്റെ 1-ാം ഭാഗം ട്രാജഡിയെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. കോമഡിയെക്കുറിച്ച് അദ്ദേഹം അതിൻ്റെ 2-ാം ഭാഗം എഴുതിയിട്ടുണ്ടെന്നാണ്. അതുമായി കേന്ദ്രീകരിച്ചാണ് ഉംബർട്ടോ എക്കോയുടെ ആദ്യത്തെ നോവൽ നെയിം ഓഫ് ദി റോസ്. അതൊരു വലിയൊരു നോവലാണ്, പക്ഷേ നിർബന്ധമായും വായിക്കേണ്ട ഒന്നുമാണ്. അപ്പോൾ എന്തായാലും അതിൽ ഈ ചിരിയെക്കുറിച്ചുള്ള കുറേ ഫിലോസഫി മുന്നോട്ട് വെക്കുന്നുണ്ട്. ചിരി ഒരു വലിയ വിപ്ലവ പ്രവർത്തനമായി മാറുന്നത്. അരിസ്റ്റോട്ടലിനെ ചാപ്ലിൻ വായിച്ചിരിക്കാൻ സാധ്യതയില്ല, പക്ഷേ ഇതിൻ്റെ ഒരു പ്രായോഗികത ചാപ്ലിൻ്റെ സിനിമകളിൽ കണ്ടെത്താൻ സാധിക്കും. അദ്ദേഹം വളരെ മൂർച്ചയേറിയിട്ടുള്ള കോമഡിയിലൂടെ അല്ലെങ്കിൽ ചിരിയിലൂടെ, ഹാസ്യത്തിലൂടെ സിസ്റ്റത്തെ ഒന്നുമല്ലാതാക്കി കളയാണ്. അദ്ദേഹത്തോട് സിനിമയിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത്, ഞാൻ രാഷ്ട്രീയമൊന്നും പറയുന്നില്ല, ഞാൻ എൻ്റെ കുറേ അനുഭവങ്ങൾ തമാശയായിട്ട് നിങ്ങളോട് പറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത്രയും നിസ്സാരമായിട്ടൊരു കലാകാരൻ അത് പറയുമ്പോൾ അത് നമുക്കുണ്ടാക്കുന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ, അതിൽ വരുന്ന കുറേ കാര്യങ്ങൾ. അപ്പോൾ ആ സ്വഭാവത്തിലാണ് ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ചില ഘടനകളൊക്കെ മാറ്റി എഴുതുന്നതും അതുകൊണ്ടാണ്. ഇപ്പോൾ നാടകമൊക്കെ ഇപ്പോൾ ഇൻവിസിബിൾ തിയേറ്ററിൻ്റെ കാലമാണ്. ഇൻവിസിബിൾ തിയേറ്ററുകളെ സംബന്ധിച്ച്, സ്റ്റേജിനെ സംബന്ധിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും സാങ്കേതികത്വങ്ങൾ ഒഴിവാക്കുന്നിടത്താണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു നിലവിലുള്ള കലയുടെ വ്യാകരണത്തിനെതിരായിട്ട് തന്നെയുള്ള കലാപം, ആ കലാപത്തിലൂടെയുള്ളൊരു സാമൂഹിക കലാപം. ഇപ്പോൾ ഈ ഫ്രഞ്ച് ന്യൂ വേവിലൊക്കെ ഉള്ള ചില സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ ഗൊദാറിൻ്റെ ഒക്കെ സിനിമയിൽ ചിലപ്പോൾ ഈ ബൂം മൈക്കൊക്കെ ഫ്രെയിമിനകത്ത് കയറി വന്നിട്ടുണ്ടാവും. നമ്മൾ ഫ്രെയിം കാണുമ്പോഴും അതിനകത്തുണ്ടാവും മൈക്ക്. ഇത് നമ്മൾ വിചാരിക്കും ഇത് എന്തോ അബദ്ധം സംഭവിച്ചത്, അങ്ങനെയല്ല, ബോധപൂർവ്വം ചെയ്യുന്നതാണത്. അതുപോലെ പലതും നമ്മൾ ചിലപ്പോൾ കാണുമ്പോൾ, അപ്പോൾ മാത്രമല്ല ഇംപെർഫെക്ഷനിസം എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ ഇത് സിദ്ധാന്തം തന്നെ ഉണ്ട്. ഈ 3-ാം സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട രീതി തന്നെ, അതായത് ഹോളിവുഡിൻ്റെ പെർഫെക്ഷനിസം ഉണ്ടല്ലോ,
അതിനെതിരായിട്ടുള്ളൊരു കലാപം ഇംപെർഫെക്ഷനിസമാണ്. സാങ്കേതികമായിട്ട് അത്രയൊന്നും പെർഫെക്റ്റ് അല്ലാത്ത സിനിമകൾ ഉണ്ടാക്കുക, ഇതൊരു കലാപമായിരുന്നു. അപ്പോൾ ഇങ്ങനെ കലാരംഗത്ത് പലതരത്തിലുള്ള കലാപങ്ങൾ, അതിലേറ്റവും കൂടുതലായിട്ടുള്ള കലാപങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നടക്കുന്ന ഒരു ഏരിയ തന്നെയാണ് നാടകം എന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ സ്ട്രീറ്റ് പ്ലേ ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് നാടകം വന്നത് തന്നെ അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഗ്രീക്ക് ദുരന്ത നാടകങ്ങളൊക്കെ അത് ഒരു ക്ലാസിക്കൽ സ്വഭാവത്തിൽ മാത്രമല്ല നമ്മളത് പഠിക്കുന്നത്, അതൊക്കെ അതാത് സമയത്ത്. ഇപ്പം ഷേക്സ്പിയറെ നോക്കിക്കഴിഞ്ഞാൽ ഷേക്സ്പിയർ ഒരുപാട് ദുരന്തങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. പക്ഷേ ആ ദുരന്തങ്ങൾ എന്ന് പറഞ്ഞാൽ വയലൻസിനെ സംബന്ധിച്ച് ഇത്രയധികം പറഞ്ഞിട്ടുള്ള വേറൊരു സാഹിത്യകാരനുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ ഡ്രാമയും വയലൻസാണ്. പക്ഷേ അത് വയലൻസിനെ അത് പ്രൊമോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ പവിത്രീകരിക്കുകയോ ഒന്നും അല്ല ചെയ്യുന്നത്. മറിച്ച് വയലൻസിൻ്റെ ഒരു മനഃശാസ്ത്രം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു അടിസ്ഥാനം അതിനെടുത്തിങ്ങോട്ട് പുറത്തിടുകയാണ്. മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഹിംസാത്മകതയെ എടുത്ത് പുറത്തിടുകയാണ് ചെയ്യുന്നത്. ഷേക്സ്പിയറുടെ സമകാലീനനായിട്ടുള്ള ക്രിസ്റ്റഫർ മാർലോ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അദ്ദേഹം ഷേക്സ്പിയറേക്കാൾ പൊളിറ്റിക്കലാണ്. അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഷേക്സ്പിയറുടെ അത്രയും ചർച്ച ചെയ്യപ്പെടാറില്ല മാർലോയുടെ നാടകത്തിൽ സ്പിരിച്വാലിറ്റി ഉണ്ട്, പൊളിറ്റിക്സും ഉണ്ട്. ഡയറക്റ്റായിട്ടുള്ള പൊളിറ്റിക്സ് ഷേക്സ്പിയറുടെ നാടകത്തിൽ കുറവാണ്, അതത്ര അധികം ഉണ്ടാവാറില്ല. എന്നാൽ മാർലോ അങ്ങനെയല്ല. മാർലോ സിസ്റ്റത്തിൻ്റെ ഒരു നിശ്ചിത വിമർശകനായിരുന്നു. ഈ പറഞ്ഞ പോലെ അദ്ദേഹം കൂടുതൽ അങ്ങനെ അറിയപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും. അപ്പോൾ ഈ തിയേറ്റർ എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാട്, അത് ചിലപ്പോൾ തിയേറ്ററിൻ്റെ അകത്ത് നമ്മുടെ സ്റ്റേജിനകത്ത് അല്ലെങ്കിൽ സ്റ്റേജിനെ തന്നെ പൊളിച്ചുകൊണ്ട് പലതരത്തിലുള്ള പരിവർത്തനങ്ങളും വിപ്ലവങ്ങളും ഒക്കെ അരങ്ങേറുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും തനിമ പോലുള്ള സാമൂഹിക ബോധവും പ്രതിബദ്ധതയുമുള്ള കല എന്ന് പറയുന്ന ഒരാശയത്തെ പ്രണയിക്കുന്ന ഒരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ആഴത്തിൽ പഠിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് നാടകം എന്നുള്ളതാണ്. ഇത്തവണ തനിമ അതിനുവേണ്ടിയുള്ളൊരു കണ്ടിട്ടുള്ളൊരു സംവിധാനം എന്ന് വെച്ചാൽ, സാധാരണ പുറത്തുനിന്ന് ആളുകളെ എക്സ്പേർട്ടുകളെ കൊണ്ടുവന്നിട്ട് ക്ലാസ് എടുപ്പിക്കാറുണ്ട്. പിന്നെ പോരാത്തതിന് സ്ഥിരം ആളുകൾ തനിമയിൽ ക്ലാസ്സൊക്കെ എടുക്കുന്ന ജമീൽ മാഷുണ്ടാവും, ഹിക്മത്തുണ്ടാവും, ഇങ്ങനെയുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ ഒരു പരിപാടി നമ്മൾ തീരുമാനിക്കുക. പക്ഷേ ഇത്തവണ പ്രവർത്തകർ, അതും സ്ഥിരമായിട്ട് ചെയ്യുന്നവരല്ലാതെ മറ്റുള്ളവർ ഇത് ചെയ്യട്ടെ എന്ന് കരുതിയിട്ട് ആ അർത്ഥത്തിലാണ് ഗ്രൂപ്പുകളിലൊക്കെ ആദ്യം ഈ മെസ്സേജ് പോയിരുന്നത്. നാടകവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത തലങ്ങളിലുള്ള വിഷയങ്ങൾ പഠിച്ച് അവതരിപ്പിക്കാൻ തയ്യാറുള്ളവർക്കുള്ള ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ കൊടുത്തത്. പക്ഷേ അതിന് വലിയ പ്രതികരണമൊന്നും ഉണ്ടായില്ല. അതിൽ നിരാശതയൊന്നുമില്ല. കാരണം ഇത് പിന്നെയും തുടർന്നാൽ പ്രതികരണം ഉണ്ടായിക്കോളും. ഇത് ആദ്യത്തെ ഒരു പരീക്ഷണമായതുകൊണ്ട് മാത്രമാണ്. 1-2 പ്രതികരണങ്ങൾ മാത്രമേ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ളൂ. ഒരു പരീക്ഷണം എന്നുള്ള നിലക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മിക്കവാറും എല്ലാ കലാശാഖകളും എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതിന് നമ്മുടെ ഉള്ളിൽ തന്നെ ധാരാളം ആളുകളുണ്ടാവും. അപ്പോൾ അതൊരു വലിയൊരു പരിശീലനവും കൂടിയായി മാറും എന്ന നിലക്കാണ് നമ്മളത് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പരിപാടി സെറ്റായി വന്നപ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന മുഖങ്ങളാണ് കൂടുതലും ഉണ്ടാവുക. പക്ഷേ അത് അവസാനത്തേക്ക് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ എന്നിരുന്നാൽ പോലും പുറത്തുനിന്ന് ആരുമില്ല. ഏതെങ്കിലും നിലക്ക് തനിമയായിട്ട് ബന്ധമുള്ള പക്ഷേ ഒരാൾ മാത്രമാണ് നമ്മുടെ ഒരു ഘടനയ്ക്ക് പുറത്തുനിന്നുള്ള ഒരു വിഷയം അവതരിപ്പിക്കുന്ന ഒരാളുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്കകത്ത് തന്നെയുള്ള ഒരു ചിന്തയും ചർച്ചയും പഠനവും ഒക്കെയാണ് ഇവിടെ രൂപപ്പെടുന്നത്, ഇവിടെ വളരുന്നത് എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പരിപാടിയുടെ ഒരു സവിശേഷതയാണ് എന്നുകൂടി കാണണം.